Good morning students, welcome to Adrian Classroom. ഇന്ന് നമ്മൾ സോഷ്യോളജി ഓഫ് ഇന്ത്യ സെക്കൻഡിലെ ബ്ലോക്ക് 3 യൂണിറ്റ് 13 നമ്മൾ കടക്കുന്നത്. ഇപ്പോൾ സോഷ്യോളജി ഓഫ് ഇന്ത്യ സെക്കൻഡ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരുപാട് സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചും വുമൺസ് മൂവ്മെൻറ്റിനെ കുറിച്ചും വർക്കേഴ്സ് മൂവ്മെൻറ്റിനെ കുറിച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കഷൻ ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ സെക്യുലറിസം എന്താ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി ഈ ഒരു ചാപ്റ്റർ വെറും സെക്യുലറിസത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു ചാപ്റ്ററാണ്. വെറും സെക്യുലറിസത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുന്ന ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ യൂണിറ്റ് 13 സെക്യുലാറിസം, അതിലെ സെക്യുലാറിസം മീനിങ് ആൻഡ് ഡെഫിനിഷൻ, സെക്യുലാറിസത്തിൻ്റെ മീനിങ്ങും അതേപോലെ തന്നെ ഡെഫിനിഷനുമാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു നമുക്കറിയാം സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എന്താ എന്ന് നമുക്കറിയാം അല്ലേ, മതേതരത്വം എന്ന് പറയും. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, സെക്യുലറിസം. അപ്പോൾ അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ആട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്യുലറിസം കം ഫ്രം ദ ലാറ്റിൻ വേർഡ് സെക്കുലം, മീനിങ് പ്രസൻറ്റ് ഏജ് ഓർ വേർഡ്ലി ലൈഫ്. സെക്യുലറിസം എടുത്തിട്ടുള്ളത്, സെക്യുലറിസം കം ഫ്രം, സെക്യുലറിസം എന്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ലാറ്റിൻ വേർഡായിട്ടുള്ള സെക്കുലത്തിൽ നിന്നാണ്. ഒരു ലാറ്റിൻ ലാംഗ്വേജിൽ ലാറ്റിൻ വേർഡായിട്ടുള്ള സെക്കുലത്തിൽ നിന്നാണ് സെക്യുലറിസം എന്ന വേർഡ് കടന്നു വന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം, മീനിങ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഏജ് ഓർ വേർഡ്ലി ലൈഫ്, ലോക ജീവിതവും ഇപ്പോഴത്തെ കാലഘട്ടവും, അതാണ് സെക്കുലം എന്ന വേർഡിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ലാറ്റിൻ വേർഡായിട്ടുള്ള സെക്കുലത്തിൽ നിന്നാണ് സെക്യുലറിസം രൂപം കൊണ്ടിട്ടുള്ളത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, it refers to organizing society based on reason and rational thinking. അതേപോലെ തന്നെ ഈ ഒരു സെക്യുലറിസം എന്ന് പറയുമ്പോൾ അത് റീസൺ ആൻഡ് റാഷണൽ തിങ്കിങ്, അതായത് സമൂഹത്തിൻ്റെ ബുദ്ധിയും അതേപോലെ തന്നെ റാഷണൽ തിങ്കിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത് സെക്യുലറിസം. It refers to organizing society based on reason and rational thinking. And then next point, secularism reduces the authority of religion in public life. പൊതുജീവിതത്തിൽ മതത്തിൻ്റെ അധികാരത്തെ കുറയ്ക്കാൻ സെക്യുലറിസം സഹായിക്കുന്നു. സെക്യുലറിസം റെഡ്യൂസസ് ദ അതോറിറ്റി ഓഫ് റിലീജിയൻ ഇൻ പബ്ലിക് ലൈഫ്. പൊതുജീവിതത്തിലെ മതത്തിൻ്റെ ആധികാരികതയെ റെഡ്യൂസ് ചെയ്യുന്നതിന് ഏത് സഹായിക്കുന്നുണ്ട്? സെക്യുലറിസം. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് മീൻസ് ദ സ്റ്റേറ്റ് ട്രീറ്റ്സ് ഓൾ റിലീജിയൻ ഈക്വലി ആൻഡ് റിമെയിൻ ന്യൂട്രൽ. രാജ്യം എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുകയും നിഷ്പക്ഷമായി നിലകൊള്ളുകയും ചെയ്യുന്നു. അപ്പോൾ സെക്യുലറിസം എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് മീൻസ് ദ സ്റ്റേറ്റ് ട്രീറ്റ്സ് ഓൾ റിലീജിയസ് ഈക്വലി. അതായത് രാജ്യം എല്ലാ റിലീജിയൻസിനെയും ഈക്വലായിട്ട് കാണുകയും അതേപോലെ തന്നെ നിഷ്പക്ഷമായി നിലകൊള്ളുകയും, ഇറ്റ് റിമെയിൻസ് ആൻഡ് റിമെയിൻ ന്യൂട്രൽ, നിഷ്പക്ഷമായി നിലകൊള്ളുകയും ചെയ്യുന്നു. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഹിസ്റ്റോറിക്കലി സെക്യുലറിസം ഡെവലപ്ഡ് ഇൻ 17th century യൂറോപ്പ്. ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ സെക്യുലറിസം ഡെവലപ്പ് ചെയ്തത് 17ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലായിരുന്നു. അപ്പോൾ ചരിത്രപരമായിട്ട് നമ്മൾ സെക്യുലറിസത്തെ കാണുകയാണെങ്കിൽ സെക്യുലറിസം ഡെവലപ്പ് ചെയ്തത് 17ാം നൂറ്റാണ്ടിലെ യൂറോപ്പിലായിരുന്നു. ഡ്യൂ ടു കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ പ്രൊട്ടസ്റ്റന്റ് ആൻഡ് കത്തോലിക്സ്, അതായത് കത്തോലിക്കക്കാരും പ്രൊട്ടസ്റ്റന്റും തമ്മിലുള്ള സംഘർഷങ്ങളിൽ നിന്നാണ് ഈ ഒരു ആശയം ഉയർന്നു വന്നത്. ഇപ്പം യൂറോപ്പിൽ പ്രൊട്ടസ്റ്റൻസും കത്തോലിക്കയും തമ്മിലുണ്ടായ കോൺഫ്ലിക്റ്റ് ആണ് ഏതിൻ്റെ ജനനത്തിന് കാരണം? സെക്യുലറിസം രൂപം കൊള്ളാനുണ്ടായ കാരണം. 17ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലാണ് സെക്യുലറിസം രൂപം കൊണ്ടത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്,
ദ 30 years war, 30 അതായത് 30 വർഷത്തെ യുദ്ധം എന്ന് 1618 തൊട്ട് 1648, 1518 to 1548. The 30 years war ended with the Treaty of Westphalia, promoting political order and secular ideas. 1618-1648 കാലഘട്ടത്തിൽ ഏകദേശം 30 വർഷത്തോളം നിലനിന്ന വാറ് അവസാനിച്ചത് എന്തിലൂടെയായിരുന്നു? സെക്യുലർ ചിന്തകൾ തുറന്നപ്പോഴാണ് ഈ ഒരു 30 വർഷത്തെ യുദ്ധം തന്നെ യൂറോപ്പിൽ അവസാനിച്ചത് എന്നാണ് പറയുന്നത്. യൂറോപ്പിൽ പ്രൊട്ടസ്റ്റന്റും കത്തോലിക്കയും തമ്മിൽ കോൺഫ്ലിക്റ്റ് നടന്നിരുന്നു 17-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രൊട്ടസ്റ്റൻസും കത്തോലിക്കയും തമ്മിൽ കോൺഫ്ലിക്റ്റ് നടന്നപ്പോൾ 30 വർഷമാണ് ആ കോൺഫ്ലിക്റ്റ് നിലനിന്നത്. ആ 30 വർഷത്തെ വാർ അവസാനിച്ചപ്പോൾ എന്തിൻ്റെ തുടക്കമായി? സെക്യുലർ ഐഡിയ. ആ 30 വർഷത്തെ യുദ്ധം അവസാനിച്ചപ്പോഴേക്കും എന്താണ് അവിടെ ഉയർന്നു വന്നത്? സെക്യുലർ ഐഡിയാസ്. അടുത്ത പോയിന്റ്, നെക്സ്റ്റ് പോയിന്റ്, തിങ്കേഴ്സ് ലൈക്ക് തോമസ് ഹോബ് ആൻഡ് ജോൺ ലോക്ക് സ്പ്രെഡ് സെക്യുലർ ഐഡിയ ഇൻ പൊളിറ്റിക്സ്. അതുകൊണ്ട് തന്നെ തോമസ് ഹോബ്സും ജോൺ ലോക്ക് പോലെയുള്ള ചിന്തകർ, യൂറോപ്യൻ തോട്ട്സുകളാണ്, തിങ്കേഴ്സുകളാണ് ഏത് പ്രചരിപ്പിച്ചത്? സെക്യുലറിസം എന്ന ആശയം സൊസൈറ്റിയിൽ സ്പ്രെഡ് ചെയ്തത്. അപ്പോൾ യൂറോപ്യൻ തിങ്കേഴ്സുകളായിട്ടുള്ള തോമസ് ഹോബ്സ് ആൻഡ് ജോൺ ലോക്ക്, തോമസ് ഹോബ്സും അതേപോലെ തന്നെ ജോൺ ലോക്കുമാണ് ഈ സെക്യുലറിസം എന്ന ആശയം പ്രചരിപ്പിച്ചത്. സെക്യുലറിസം പ്രൊമോട്ട് സെപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ചർച്ച്. സെക്യുലറിസം എന്താണ് പ്രോത്സാഹിപ്പിക്കുന്നത്? അതായത് രാജ്യവും ചർച്ച് എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ പള്ളി അല്ലെങ്കിൽ സഭ എന്നാട്ടോ. അത് സഭയെയും വേർതിരിച്ചു കാണുക. രാജ്യം രാജ്യത്തിന്റെ വഴിക്ക്, ചർച്ച് ചർച്ചിന്റെ വഴിക്ക്. അതുകൊണ്ട് അതിനെ രണ്ടിനെയും വേർതിരിക്കുക എന്നതാണ് ഏത് പ്രൊമോട്ട് ചെയ്യുന്നത്? സെക്യുലറിസം പ്രൊമോട്ട് ചെയ്യുന്നത്. And the next point, according to Peter Berger, secularism is a process where society move away from religious domination. അതുകൊണ്ട് തന്നെ പീറ്റർ ബർഗർ പറയുന്നതനുസരിച്ച് സമൂഹം മതാധിപത്യത്തിൽ നിന്നും അകന്നു പോകുന്ന പ്രക്രിയയാണ് സെക്യുലറിസം. മതാധിപത്യത്തിൽ നിന്നും സൊസൈറ്റി അകന്നു പോകുക, ആ ഒരു പ്രക്രിയയാണ് എന്ത് പറയുന്നത്? സെക്യുലറിസം. ആരുടെ ഒപ്പീനിയനിൽ? പീറ്റർ ബർഗറിന്റെ അഭിപ്രായത്തിൽ. അക്കോർഡിംഗ് ടു പീറ്റർ ബർഗർ, സെക്യുലറിസം ഈസ് എ പ്രോസസ് വെർ സൊസൈറ്റി മൂവ് എവേ ഫ്രം റിലീജിയസ് ഡോമിനേഷൻ. അതായത് പീറ്റർ ബർഗർ പറയുന്നു സമൂഹം മതാധിപത്യത്തിൽ നിന്ന് എന്ത് ചെയ്യുക? അകന്നു പോകുന്ന പ്രക്രിയയാണ് സെക്യുലറിസം. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, secularism means politics and morality focus on human welfare rather than religious belief. സെക്യുലറിസം പ്രകാരം രാഷ്ട്രീയവും നൈതികതയും മനുഷ്യരുടെ ക്ഷേമത്തെ അടിസ്ഥാനമാക്കിയിരിക്കണം. സെക്യുലറിസം മീൻസ് പൊളിറ്റിക്സ് ആൻഡ് മൊറാലിറ്റി. മൊറാലിറ്റി എന്ന ധാർമ്മികത. രാഷ്ട്രീയവും അതേപോലെ തന്നെ മൊറാലിറ്റിയും മനുഷ്യരുടെ വെൽഫെയറിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. മനുഷ്യരുടെ ക്ഷേമത്തെ, ഹ്യൂമൻ വെൽഫെയർ, മനുഷ്യക്ഷേമത്തിന് വേണ്ടിയായിരിക്കണം, അല്ലാതെ അത് മതവിശ്വാസത്തിനായിരിക്കരുത്. അപ്പോൾ സെക്യുലറിസം എന്തിനു വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്? ഹ്യൂമൻ വെൽഫെയർ. അതൊരിക്കലും റിലീജിയസ് പരമായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾക്കോ അല്ലെങ്കിൽ മതവിശ്വാസങ്ങൾക്കോ ആയിട്ടല്ല പ്രവർത്തിക്കേണ്ടത്. അത് ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു 10 പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് സെക്യുലറിസത്തിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വെക്കേണ്ടത്. സെക്യുലറിസത്തിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വെക്കേണ്ടത് ഈ ഇത്രയും കാര്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. അടുത്തതായിട്ട് നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സെക്യുലറിസം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സെക്യുലറിസം അതെന്താ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹൈ സ്റ്റുഡൻസ്, അടുത്ത ടോപ്പിക്കാണ്
ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സെക്യുലറിസം. ഇന്ത്യൻ ഭരണഘടനയും അതേപോലെ തന്നെ സെക്യുലറിസവും. ഇന്ത്യൻ ഭരണഘടനയിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ സെക്യുലറിസത്തെ എങ്ങനെ ഏതെല്ലാം രീതിയിലാണ് അനലൈസ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും സെക്യുലറിസവും അവ തമ്മിലുള്ള റിലേഷനും അതേപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിലെ സെക്യുലറിസത്തെക്കുറിച്ച് അനലൈസ് ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ശ്രദ്ധിക്കുക. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബിക്കം ദ മെയിൻ അതോറിറ്റി ടു മെയിൻറ്റെയിൻ സെക്യുലറിസം ഇൻ ഇന്ത്യ. അതായത് സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിൽ സെക്യുലറിസം നിലനിർത്തുന്ന പ്രധാന അധികാരമായി മാറി. അപ്പോൾ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബിക്കം മെയിൻ അതോറിറ്റി ടു മെയിൻറ്റെയിൻ സെക്യുലറിസം ഇൻ ഇന്ത്യ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിൽ സെക്യുലറിസം നിലനിർത്തുന്ന പ്രധാന ഒരു അധികാരമായി മാറി. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റിൽ പറയാണ് ഇന്ത്യ ഫോളോ എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് സിസ്റ്റം. അതായത് ഇന്ത്യ എന്തൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് സെക്യുലറിസത്തിലൂടെ? സോവറിൻ പരമാധികാരം, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് സിസ്റ്റം, ഒരു ജനാധിപത്യ റിപ്പബ്ലിക് സിസ്റ്റം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലൂടെ സെക്യുലറിസം ഫോളോ ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ വരാം? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് സിസ്റ്റം. ദ പ്രിയാമ്പിൾ emphasize justice, liberty, equality and fraternity. അതേപോലെ തന്നെ ഭരണഘടനയുടെ പ്രിയാമ്പിളിലെ സെക്യുലറിസം ഉൾപ്പെടുത്തിയപ്പോൾ സ്വാതന്ത്ര്യം, സമത്വം, സഹോദര്യം, നീതി അല്ലെ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സഹോദര്യം എന്നിവയെ പ്രാധാന്യമാക്കുന്നു. ഭരണഘടന ഉണ്ടോ അവിടെയൊക്കെ എന്ത് വരും? പ്രിയാമ്പിൾ വരും, ആമുഖം. ഭരണഘടനയുടെ ആമുഖത്തിൽ ആദ്യം കാണുക എന്തൊക്കെയാണ്? ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേർണിറ്റി. ജസ്റ്റിസ് പറഞ്ഞാൽ നീതി, ലിബർട്ടി പറഞ്ഞാൽ സ്വാതന്ത്ര്യം, ഈക്വാലിറ്റി പറഞ്ഞാൽ സമത്വം, ഫ്രറ്റേർണിറ്റി പറഞ്ഞാൽ സഹോദര്യം. ഈ 4 ഘടകങ്ങളെയും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ എന്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? സെക്യുലറിസം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. And then 4th point, the constitution ensures equal citizenship and right for all the people. ഭരണഘടന എല്ലാ പൗരന്മാർക്കും എന്താണ്? ഈക്വൽ സിറ്റിസൺഷിപ്പ് ആൻഡ് റൈറ്റ് ഫോർ ഓൾ പീപ്പിൾ. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും പൗരത്വവും അവകാശങ്ങളും ഉറപ്പാക്കുന്നു. ഏതിലൂടെ? സെക്യുലറിസത്തിലൂടെ. അപ്പം അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ എന്ത് ഉൾപ്പെടുത്തിയത്? സെക്യുലറിസം. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14 സ്റ്റേറ്റ് ദാറ്റ് ഓൾ സിറ്റിസൺ ആർ ഈക്വൽ ബിഫോർ ദ ലോ. ആർട്ടിക്കിൾ 14 പ്രകാരം എല്ലാ പൗരന്മാരും നിയമത്തിന് മുന്നിൽ എങ്ങനെയാണ്? സമന്മാരാണ്. ഈക്വൽ ബിഫോർ ദ ലോ. ഈക്വൽ ബിഫോർ ദ ലോ പറഞ്ഞാൽ എന്താണ്? എല്ലാ പൗരന്മാരും നിയമത്തിന് മുന്നിൽ ഈക്വലാണ്, സമന്മാരാണ്. ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 14 സ്റ്റേറ്റ്. ആർട്ടിക്കിൾ 14 വിഭാവനം ചെയ്യുന്നു ഓൾ സിറ്റിസൺ ആർ ഈക്വൽ ബിഫോർ ദ ലോ. എല്ലാ പൗരന്മാരും നിയമത്തിന് മുന്നിൽ സമന്മാരാണ്. ആൻഡ് ദെൻ ആർട്ടിക്കിൾ 15(3) guarantee equal access to public places and opportunity. പൊതുസ്ഥലങ്ങൾ. ആർട്ടിക്കിൾ 15 എന്താണ് വിഭാവനം ചെയ്യുന്നത്? പൊതുസ്ഥലങ്ങളിലും മറ്റവസരങ്ങളിലും എല്ലാവർക്കും പ്രവേശനം ഉറപ്പാക്കണം. ആർട്ടിക്കിൾ 15 ഗ്യാരണ്ടി ഈക്വൽ ആക്സസ് ടു പബ്ലിക് പ്ലേസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. പൊതുസ്ഥലങ്ങളിലും മറ്റു ഓപ്പർച്യൂണിറ്റികളിലും എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള അവസരം നൽകണം. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ആർട്ടിക്കിൾ 15 പ്രോഹിബിറ്റ്. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 15 തടയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? പ്രോഹിബിറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാ? ആർട്ടിക്കിൾ 15 പ്രോഹിബിറ്റ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ എന്തിൻ്റെയൊക്കെ പേരിൽ ചൂഷണം പാടില്ല തടയുന്നുണ്ട്? റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. മതം, വംശം, ജാതി, അതേ സ്ത്രീ പുരുഷ വ്യത്യാസം, അതേപോലെ തന്നെ എന്താണ്?
പ്ലേസ് ഓഫ് ബർത്ത്, നമ്മളുടെ ജന്മസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലൊന്നും വിവേചനം പാടില്ല എന്ന് ആർട്ടിക്കിൾ 50 എന്ത് ചെയ്യുന്നു, വിഭാവനം ചെയ്യുന്നു. ആർട്ടിക്കിൾ 15 പ്രകാരമാണ് ഈ പ്രോഹിബിറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനെ ആർട്ടിക്കിൾ 15 പ്രോഹിബിറ്റ് ചെയ്യുന്നു. ആർട്ടിക്കിൾ 15 തടയുന്നു. ആൻഡ് ദെൻ നെക്സ്റ്റ് ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 15 പ്രൊവൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്. ആർട്ടിക്കിൾ 16 എന്താണ് വിഭാവനം ചെയ്യുന്നത്? ജോലികളിൽ തുല്യ അവസരം, ഈക്വൽ ഓപ്പർച്യൂണിറ്റി പബ്ലിക് എംപ്ലോയ്മെന്റ്. പബ്ലിക് എംപ്ലോയ്മെന്റ് പറഞ്ഞാൽ ഗവൺമെന്റ് ജോലികളിൽ എല്ലാവർക്കും തുല്യ അവസരം ഉറപ്പു നൽകുന്നു. ആർട്ടിക്കിൾ 15. ആൻഡ് ദെൻ 9th point, all citizens have equal right to use public places like road, walls, tank, hotel and entertainment places. എല്ലാ പൗരന്മാർക്കും എല്ലാ റോഡുകളും അതേപോലെ തന്നെ കിണറുകളും കുളങ്ങളും ഹോട്ടലുകളും മറ്റ് എൻ്റർടൈൻമെൻറ്റ് പ്ലേസുകളും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാനുള്ള അവകാശം ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സെക്യുലറിസത്തിലൂടെ ഉറപ്പു നൽകുന്നു. And last point, the Constitution protects fundamental rights and promote secular values like liberty, equality and fraternity. അതായത് ഭരണഘടന മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുകയും കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ട് ഫണ്ടമെന്റൽ റൈറ്റ്, ഭരണഘടന മൗലികപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുകയും അതിലൂടെ എന്ത് പ്രോത്സാഹിപ്പിക്കുന്നു? സെക്യുലർ വാല്യൂസ് പറഞ്ഞാൽ ഏതൊക്കെയാണ് സെക്യുലർ വാല്യൂ? ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേർണിറ്റി, ഇതാണ് സെക്യുലർ വാല്യൂ. ഈ സെക്യുലർ വാല്യൂസിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പല ചാപ്റ്ററുകളിൽ റിപ്പീറ്റ് ചെയ്ത ഭാഗം തന്നെയാണ് കേട്ടോ. ടീച്ചർ ഈ പറഞ്ഞു തന്ന പോയിന്റ്സുകളൊക്കെ പലവട്ടം ടീച്ചർ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ടോപ്പിക്ക് നന്നായി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പ്രിയാമ്പിളും ഫണ്ടമെന്റൽ റൈറ്റും അതൊക്കെ നമ്മൾ എടുത്ത് ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. അപ്പോൾ ഈ 2 ടോപ്പിക്കും ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ എടുക്കാനുള്ളത് കോൺഫ്ലിക്റ്റ് വിത്ത് സെക്യുലറിസം. സെക്യുലറിസത്തിൽ എങ്ങനെയാണ് സംഘർഷം ഉണ്ടാവുക എന്ന്. അതേപോലെ ഇന്ത്യൻ റിലീജിയൻ ആൻഡ് സെക്യുലറിസം, ഇന്ത്യയിലെ ഓരോ മതങ്ങളിലുമുള്ള സെക്യുലറിസത്തെക്കുറിച്ച്, ഹിന്ദു റിലീജിയൻ സെക്യുലറിസം, ക്രിസ്ത്യൻ റിലീജിയൻ, ഇസ്ലാം, അങ്ങനെ ഓരോ മതവിഭാഗങ്ങളിലും സെക്യുലറിസം എങ്ങനെ നിലനിൽക്കുന്നത്. ഈ 2 ടോപ്പിക്കും കൂടിയാണ് നമുക്കിനി ഇവിടെ ഡിസ്കഷൻ നടത്താനുള്ളത്. അപ്പോൾ നമുക്ക് ആ ടോപ്പിക്കുകളിലേക്ക് കടക്കാം കേട്ടോ. ഓക്കെ, ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഈ യൂണിറ്റിലെ മറ്റൊരു ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത്. കോൺഫ്ലിക്റ്റ് വിത്തിൻ സെക്യുലറിസം, അതായത് സെക്യുലറിസത്തിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളെ കുറിച്ചാണ് ഇവിടെ ഡിസ്കഷൻ നടത്തുന്നത്. കോൺഫ്ലിക്റ്റ് വിത്തിൻ സെക്യുലറിസത്തിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ. അപ്പൊ എന്തൊക്കെ സംഘർഷങ്ങളാണ് ഈ സെക്യുലറിസത്തിൽ ഉണ്ടാകാറുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് ഇപ്പൊ കോൺഫ്ലിക്റ്റ് വിത്തിൻ സെക്യുലറിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഒരു സെക്യുലറിസത്തിൽ ഏതൊക്കെ രീതിയിലാണ് സംഘർഷങ്ങൾ കടന്നു കയറുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സെക്യുലറിസം ആർ എ കണ്ടിന്യൂസ് പ്രോസസ് ടു ഇംപ്രൂവ് ദ സിസ്റ്റം. അതായത് സെക്യുലറിസത്തിനുള്ളിലെ സംഘർഷങ്ങൾ എപ്പോഴും തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയാണ് എന്നാ പറയുന്നത്. കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സെക്യുലറിസം ആർ എ കണ്ടിന്യൂസ് പ്രോസസ് ടു ഇംപ്രൂവ് ദ സിസ്റ്റം. സെക്യുലറിസത്തിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ പലപ്പോഴും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അതേപോലെ സെക്കൻഡ് പോയിന്റിൽ പറയുകയാണ്, ഇൻ ഇന്ത്യ സെക്യുലറിസം ഫേസസ് ചലഞ്ചസ് ഡ്യൂ ടു ദ ഗ്രോത്ത് ഓഫ് റിലീജിയസ് ഫണ്ടമെന്റലിസം. ഇന്ത്യയിൽ സെക്യുലറിസത്തിന്റെ വളർച്ച പല ചലഞ്ചുകൾക്കും, പല മതപരമായിട്ടുള്ള അതായത് ഇന്ത്യയിൽ സെക്യുലറിസത്തിനും അതേപോലെ തന്നെ ഫണ്ടമെന്റലിസത്തിന്റെയും വളർച്ച പല രീതിയില് വെല്ലുവിളികളും നേരിടുന്നു. ഇന്ത്യ സെക്യുലറിസം ഫേസസ് ചലഞ്ചസ് ടു ദ ഗ്രോത്ത് ഓഫ് റിലീജിയസ് ഫണ്ടമെന്റലിസം. ഇപ്പൊ ഇന്ത്യയിലെ സെക്യുലറിസത്തിന്റെ വളർച്ച എന്തിന് ചലഞ്ച് ആകുന്ന? റിലീജിയസ് ഫണ്ടമെന്റലിസത്തിന്, മതമൗലികവാദത്തിന് വെല്ലുവിളിയാകുന്നു. ഇന്ത്യയിലെ സെക്യുലറിസത്തിന്റെ
വളർച്ച. സെക്യുലറിസം ഫേസ് ചെയ്യുന്നുണ്ട് അതായത് ഗ്രോത്ത് ഓഫ് റിലീജിയസ് ഫണ്ടമെന്റലിസം, മതമൗലികവാദത്തിന്റെ വളർച്ച സെക്യുലറിസത്തിന് എന്താകുന്ന പറയുന്നത് വെല്ലുവിളിയാകുന്നു. And then next point, political elite often use religion for political power and dominance. രാഷ്ട്രീയ നേതാക്കൾ പലപ്പോഴും രാഷ്ട്രീയ അധികാരം നേടാൻ മതത്തെ ഉപയോഗിക്കുന്നു. അതും സെക്യുലറിസത്തിന് സംഘർഷം ഉണ്ടാകാൻ കാരണമാകും. പൊളിറ്റിക്കൽ എലൈറ്റ് ഓഫ്റ്റൻ യൂസ് റിലീജിയൻ ഫോർ പൊളിറ്റിക്കൽ പവർ ആൻഡ് ഡോമിനൻസ്. രാഷ്ട്രീയ നേതാക്കള് രാഷ്ട്രീയ ശക്തിയും ആധിപത്യവും ഉറപ്പിക്കുന്നതിന് വേണ്ടി മതം യൂസ് ചെയ്യുന്നത് എന്തിന് കാരണമാകുന്നു? കോൺഫ്ലിക്ട് വിത്തിൻ സെക്യുലറിസം. സെക്യുലറിസത്തില് സംഘർഷം ഉണ്ടാകാൻ കാരണമാകുന്നു. ആൻഡ് ദെൻ ഫിഫ്ത്ത് പോയിന്റ് ആണ്, റിലീജിയൻ ഹാസ് ബിക്കം ആൻ ഇമ്പോർട്ടന്റ് ടൂൾ ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എപ്പോഴും റിലീജിയൻ എന്തായി മാറിയിട്ടുണ്ട്? ഒരു പ്രധാന ഘടകമായി മാറിയിട്ടുണ്ട്. റിലീജിയൻ ഹാസ് ബിക്കം ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. അതുകൊണ്ടും സെക്യുലറിസത്തിൽ എന്തുണ്ടാകാം? കോൺഫ്ലിക്റ്റ് ഉണ്ടാകാം. And then next point, the Babri Masjid demolition in 1992 is an example of religious politics leading to conflict. 1992 ബാബറി മസ്ജിദ് പൊളിക്കൽ മതരാഷ്ട്രീയത്തിന് ഒരു ഉദാഹരണമാണ്, അല്ലെങ്കിൽ സെക്യുലർ കോൺഫ്ലിക്റ്റിന് ഒരു ഉദാഹരണമാണ്. ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമാണ് എന്ന് അവകാശപ്പെട്ടിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അപ്പോ ബാബറി മസ്ജിദിന്റെ തകർച്ച 1992 എന്തിന് ഉദാഹരണമാണ്? സെക്യുലർ കോൺഫ്ലിക്റ്റിന് ഉദാഹരണമാണ്. അതായത് 1992 ബാബറി മസ്ജിദ് പൊളിക്കൽ മതരാഷ്ട്രീയത്തിന് ഉദാഹരണമാണ്. യൂസിങ് റിലീജിയൻ ഇൻ പൊളിറ്റിക്സ് ക്യാൻ ലീഡ് ടു റയറ്റ്സ്, വയലൻസ് ആൻഡ് മാസ് കില്ലിംഗ്. അതേപോലെ തന്നെ രാഷ്ട്രീയത്തിലെ മതങ്ങൾ പലപ്പോഴും കലാപങ്ങളും അക്രമങ്ങളും മാസ് കില്ലിംഗ് എന്ന് പറഞ്ഞാല് കൂട്ടക്കൊലകൾക്കൊക്കെ കാരണമാകുന്നു. And then 8th point, even secular political parties sometimes use religious sometimes for political gain. ചിലപ്പോൾ സെക്യുലർ രാഷ്ട്രീയ പാർട്ടികളും മതപരമായ രാഷ്ട്രീയ ലാഭത്തിനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ സെക്യുലർ രാഷ്ട്രീയ പാർട്ടികളും ചിലപ്പോൾ മതത്തെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെന്നാ പറയുന്നത്? രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. And then 9th point, religious nationalism threatened the secular democratic structure of India. മതദേശീയത ഇന്ത്യയുടെ സെക്യുലർ ജനാധിപത്യ ഘടനയ്ക്ക് ഭീഷണിയാണ്. ത്രട്ടൻഡ് കാരണം എന്താ? ഭീഷണി. റിലീജിയസ് നാഷണാലിസം മതദേശീയത, സെക്യുലർ ഡെമോക്രാറ്റിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യ മതദേശീയത ഇന്ത്യയുടെ സെക്യുലർ ജനാധിപത്യ ഘടനയ്ക്ക് എന്താണ്? ത്രട്ടൻസ് എന്ന് പറഞ്ഞാൽ ഭീഷണിയാണ്. When religion become a political weapon in election, it weakens the secular nature of the state. തെരഞ്ഞെടുപ്പുകളിൽ മതം ഒരു രാഷ്ട്രീയ ആയുധമായി മാറുമ്പോൾ രാജ്യത്തിന്റെ സെക്യുലർ സ്വഭാവം ദുർബലമാക്കപ്പെടുന്നു. പൊളിറ്റിക്സിലെ അതായത് തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്കൽ വെപ്പൺ ഇൻ ഇലക്ഷൻ, തെരഞ്ഞെടുപ്പുകളിൽ മതം ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് മാറുമ്പോൾ, റിലീജിയൻ ഒരു പൊളിറ്റിക്കൽ വെപ്പണായിട്ട് ഇലക്ഷനിൽ മാറുമ്പോൾ അത് രാജ്യത്തിന്റെ എന്തിനെ ദുർബലപ്പെടുത്തുന്നുണ്ട്? സെക്യുലർ ക്യാരക്ടറിനെ അഥവാ സെക്യുലർ സ്വഭാവത്തെ ദുർബലമാക്കുന്നു. തെരഞ്ഞെടുപ്പുകളിൽ ഇലക്ഷനില് റിലീജിയൻ ഒരു പൊളിറ്റിക്കൽ വെപ്പണായി മാറുമ്പോൾ അത് സെക്യുലർ സ്വഭാവത്തെ ഇല്ലാതാക്കുന്നു, സെക്യുലർ നേച്ചറിനെ ഇല്ലാതാക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് സെക്യുലറിസത്തില് കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിട്ട് ഇവിടെ ചൂണ്ടിക്കാട്ടാനുള്ളത്. ഇനി നമ്മൾക്ക് എടുക്കാനുള്ളത് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ റിലീജിയൻ ആൻഡ് ഇന്ത്യയിലെ ഓരോ മതങ്ങളിലും സെക്യുലറിസം എത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹിന്ദു റിലീജിയനിലും ക്രിസ്ത്യൻ റിലീജിയനിലും ഇസ്ലാമിലും സിഖിലും ബുദ്ധിസ്റ്റിലും ഒക്കെ എത്രത്തോളം സെക്യുലറിസം പങ്കാളിത്തം വഹിക്കുന്നുണ്ട് എന്നാണ് ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്. അത് നമുക്ക് എന്തായെന്ന് പരിശോധിക്കാം. ഓക്കെ, ഹായ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മള് ഈ യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് കടക്കുന്നത്. ഇന്ത്യൻ റിലീജിയൻസ് ആൻഡ് സെക്യുലറിസം. നമ്മള് സെക്യുലറിസം ആണ് ഡിസ്കഷൻ ചെയ്തത്. അതിൽ നമ്മള് സെക്യുലർ കോൺഫ്ലിക്റ്റ് എന്താ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് എടുക്കാനുള്ളത് ഇന്ത്യൻ റിലീജിയൻസ് ആൻഡ് സെക്യുലറിസം.
അതായത് ഇന്ത്യയിലെ മതവിഭാഗങ്ങളിൽ സെക്കുലറിസം എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. അതിൽ നമുക്ക് ഹിന്ദു റിലീജിയൻ ആൻഡ് സെക്കുലറിസം, ക്രിസ്ത്യാനിറ്റി ആൻഡ് സെക്കുലറിസം, ഇസ്ലാം ആൻഡ് സെക്കുലറിസം, സിഖ് റിലീജിയൻ ആൻഡ് സെക്കുലറിസം, ബുദ്ധിസ്റ്റ് റിലീജിയൻ ആൻഡ് സെക്കുലറിസം. അപ്പൊ സെക്കുലറിസം ഓരോ റിലീജിയനുമായി എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ടുള്ളത് എന്നാണ് വളരെ വലിയൊരു എസ്സേ ആണ് നമ്മൾ എടുക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്, നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ആദ്യം നമുക്ക് ഹിന്ദു റിലീജിയൻ ആൻഡ് സെക്കുലറിസം, അതായത് ഹിന്ദു മതവുമായിട്ട് സെക്കുലറിസം എങ്ങനെയാണ് കണക്ട് ആവുന്നത് എന്ന് നോക്കാം. ഇത് ഈ 5 പോയിന്റ്സും നിങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്യുക. ആദ്യം നമുക്ക് ഫസ്റ്റ് പോയിന്റ് ആണ് ഹിന്ദു റിലീജിയൻ ആൻഡ് സെക്കുലറിസം. Hinduism teaches peace, tolerance and universal brotherhood. അതായത് ഹിന്ദുമതം എന്തൊക്കെയാണ് നൽകുന്നത്? പീസ്, സമാധാനം, ടോളറൻസ്, സഹിഷ്ണുത, യൂണിവേഴ്സൽ ബ്രദർഹുഡ്. യൂണിവേഴ്സൽ ബ്രദർഹുഡ് പറഞ്ഞാൽ എന്താണ്? സാർവത്രികമായ സാഹോദര്യം. അപ്പോ എല്ലാവരും സഹോദരന്മാരാണ്. സഹിഷ്ണുത, സമാധാനം തുടങ്ങിയൊക്കെ ഏത് മതത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട് എന്നാ പറയുന്നത്? ഹിന്ദുയിസം. ആൻഡ് ദെൻ സെക്കൻഡ് പോയിന്റ്, all humans and creatures are equal before God. എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മുന്നിൽ സമന്മാരാണ്. all human, എല്ലാ ഹ്യൂമൻസും ആൻഡ് ക്രിയേറ്റേഴ്സ് ആർ ഈക്വൽ ബിഫോർ ഗോഡ്. അതായത് ഗോഡിന്റെ മുന്നില്, ദൈവത്തിന്റെ മുന്നില് എല്ലാവരും സമന്മാരാണ്. അവിടെ യാതൊരു ഡിഫറൻറ്റും ഇല്ല, ഒരു വ്യത്യാസവും ഇല്ല. ആൻഡ് ദെൻ തേർഡ് പോയിന്റ്, ഭഗവത്ഗീത എംഫസൈസ് ഈക്വാലിറ്റി ആൻഡ് ബ്രദർഹുഡ്. ഭഗവത്ഗീത നമുക്കറിയാം. ഭഗവത്ഗീത എങ്ങനെയുണ്ടായത്? മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ അർജുനൻ വളരെയധികം ദുഃഖിതനായി നിൽക്കുന്ന സമയത്ത് കൃഷ്ണൻ ഉപദേശിച്ചതാണ് ഭഗവത്ഗീത. അപ്പോ ഇവിടെ ഹിന്ദു റിലീജിയനിൽ എന്താ പറയുന്നത്? ഭഗവത്ഗീത എംഫസൈസ് ഈക്വാലിറ്റി ആൻഡ് ബ്രദർഹുഡ്. ഭഗവത്ഗീത എന്താണ് നമുക്ക് നൽകുന്നത്? ഈക്വാലിറ്റി, സമത്വവും, ബ്രദർഹുഡ് അതേപോലെ സാഹോദര്യവും നൽകുന്നു. അതിലാണ് പറയുന്നത് സംഭവിച്ചതെല്ലാം നല്ലതിനെ, സംഭവിക്കാൻ പോകുന്നതും നല്ലതിനെ. നഷ്ടപ്പെട്ടതോർത്ത് എന്തിനു ദുഃഖിക്കുന്നു? നഷ്ടപ്പെട്ടതൊന്നും നമ്മൾ കൊണ്ടുവന്നതല്ല, അതൊക്കെ ആരുടേതോ ആയിരുന്നു. ഇന്ന് നമ്മുടെ കയ്യിലുള്ളതെല്ലാം മറ്റാരുടേതോ ആയിരുന്നു. മാറ്റം പ്രകൃതി നിയമമാണ്. അപ്പോ ഹിന്ദു റിലീജിയൻ നമ്മൾ സെക്യുലറിസത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ഭഗവത്ഗീത എംഫസൈസ് ഈക്വാലിറ്റി ആൻഡ് ബ്രദർഹുഡ്. ലീഡേഴ്സ് ലൈക്ക് രാജാറാം മോഹൻ റോയ്, സ്വാമി വിവേകാനന്ദ ആൻഡ് മഹാത്മാ ഗാന്ധി പ്രൊമോട്ടഡ് ഹാർമണി ആൻഡ് ടോളറൻസ് അമംഗ് റിലീജിയൻ. അതേപോലെ തന്നെ രാജാറാം മോഹൻ റോയും സ്വാമി വിവേകാനന്ദനും മഹാത്മാഗാന്ധി തുടങ്ങിയ നേതാക്കൾ മതസൗഹാർദ്ദവും സഹിഷ്ണുതയെയും പ്രോത്സാഹിപ്പിച്ചു ഹിന്ദു സമൂഹത്തിലൂടെ. റെസ്പെക്ടിങ് അതർ റിലീജിയൻ ഹെൽപ്പ് സ്ട്രെങ്തൻ സെക്യുലറിസം. മറ്റു മതങ്ങളെ ബഹുമാനിക്കുക, അതാണ് സെക്യുലറിസത്തെ ഹിന്ദു മതത്തിലൂടെ ശക്തിപ്പെടുത്തുന്നത്. ഹിന്ദു റിലീജിയനിലൂടെ സെക്യുലറിസത്തെ സ്ട്രെങ്തൻ എന്ന ശക്തിപ്പെടുത്തുന്നു. എന്ത്? റെസ്പെക്ടിങ് അതർ റിലീജിയൻ, മറ്റു മതങ്ങളെ ബഹുമാനിക്കുമ്പോഴാണ് സെക്യുലറിസം ശക്തിപ്പെടുന്നത് എന്ന് ഏത് മതം വിഭാവനം ചെയ്യുന്നു? ഹിന്ദു റിലീജിയൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഹിന്ദു റിലീജിയൻ ആൻഡ് സെക്യുലറിസത്തിൽ മനസ്സിലാക്കേണ്ടത്. അടുത്തതാണ് ക്രിസ്ത്യാനിറ്റി ആൻഡ് സെക്യുലറിസം. ക്രിസ്തു മതവും സെക്യുലറിസവും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മതമായിട്ടാണ് ക്രിസ്തു മതത്തെ കാണുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി ആൻഡ് സെക്യുലറിസം, ക്രിസ്തു മതവും അതേപോലെ തന്നെ സെക്യുലറിസവും. ടീച്ചിങ്സ് ഓഫ് ജീസസ്. ക്രിസ്തു ഫോക്കസ് ഓൺ പീസ്, ലവ് ആൻഡ് ബ്രദർഹുഡ്. അതായത് ജീസസിന്റെ ഉപദേശങ്ങളാണ്. ജീസസ് പറഞ്ഞാൽ അവര് ക്രിസ്തു മതപ്രകാരം അവരുടെ ദൈവം എന്ന് പറയുന്നത് യേശു ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ വചനങ്ങളായിട്ടുള്ള പീസ്, സമാധാനം, അതേപോലെ ലവ്, സ്നേഹം, ബ്രദർഹുഡ്, സാഹോദര്യം എന്നിവയ്ക്കാണ് ക്രിസ്തു മതം ഫോക്കസ് ചെയ്തിരുന്നത്. ദ ബൈബിൾ ഗൈഡ് us Christian belief and moral behavior.
അതേപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തെയും പെരുമാറ്റത്തിന്റെയും മാർഗദർശനമായി ഗൈഡ് കാരണം എന്താണ്? മാർഗദർശനം നൽകുക അല്ലെ? ബൈബിൾ ആയിരുന്നു. അപ്പൊ നമുക്കറിയാം ഹിന്ദു മതത്തിൽ ഭഗവത്ഗീത അഥവാ മഹാഭാരതം എന്ന് പറയും. അതാണെങ്കിൽ ക്രിസ്തു മതത്തിൽ ബൈബിളാണ് അവർക്ക് ഗൈഡ് ലൈൻസ് നൽകിയിരുന്നത്. ധാർമ്മികപരമായിട്ടും വിശ്വാസപരമായിട്ടും ബിലീഫായിട്ടും മോറലായിട്ടും അവരെ നയിച്ചിരുന്നത്, ക്രിസ്ത്യൻ ജനതയെ നയിച്ചിരുന്നത്, ഗൈഡൻസ് കൊടുത്തിരുന്നത് ബൈബിളായിരുന്നു. ക്രിസ്ത്യാനിറ്റി ടീച്ചേഴ്സ് ഈക്വാലിറ്റി ഓഫ് ഓൾ പീപ്പിൾ ബിഫോർ ഗോഡ്. എല്ലാ ആളുകളും ദൈവത്തിന്റെ മുന്നിൽ സമന്മാരാണ് എന്നാണ് ക്രിസ്തു മതവും വിശ്വസിച്ചിരുന്നത്. ക്രിസ്ത്യാനിറ്റി ടീച്ചേഴ്സ് ഈക്വാലിറ്റി ഓഫ് ഓൾ പീപ്പിൾ ബിഫോർ ഗോഡ്. ഗോഡിന്റെ മുന്നിൽ എല്ലാവരും ഈക്വൽ ആണ്. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, പ്രൊമോട്ട് യൂണിവേഴ്സൽ ബ്രദർഹുഡ് ആൻഡ് ഹാപ്പിനെസ് ഇൻ സൊസൈറ്റി. അതേപോലെ തന്നെ എല്ലാവരിലും സഹോദര്യവും സമാധാനവും ഈ ഒരു സന്തോഷവും ഒക്കെ ഈ ഒരു മതം എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ക്രിസ്ത്യാനിറ്റി ആൻഡ് സെക്യുലറിസത്തിൽ നമുക്ക് പറയാനുള്ളത്. അടുത്തതാണ് ഇസ്ലാം ആൻഡ് സെക്യുലറിസം. ഇസ്ലാം മതവും സെക്യുലറിസവും. ഖുറാൻ ഈസ് ബിലീവ്ഡ് ടു ബി ദ ട്രൂ വേർഡ് ഓഫ് അല്ലാഹ്. അതായത് ഖുറാനിലെ അല്ലാഹുവിന്റെ യഥാർത്ഥ വചനമാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ ഖുറാനാണ് അല്ലാഹുവിന്റെ യഥാർത്ഥ വചനമായിട്ട് ഇവിടെ വിശ്വസിക്കുന്നത്. ഖുറാൻ ഈസ് ബിലീവ്ഡ് ടു ബി ദ ട്രൂ വേർഡ് ഓഫ് അല്ലാഹ്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇസ്ലാം മീൻസ് ആക്സെപ്റ്റൻസ് ഓഫ് ദ വിൽ ഓഫ് ഗോഡ്. ഇസ്ലാം എന്നത് ദൈവത്തിന്റെ ഇച്ഛയെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇച്ഛയെ അംഗീകരിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. ഇസ്ലാം മീൻസ് ആക്സെപ്റ്റൻസ് ഓഫ് ദ വിൽ ഓഫ് ഗോഡ്. അതായത് ഇസ്ലാം എന്നത് ദൈവത്തിന്റെ വില്ലിനെ അല്ലെങ്കിൽ ഇച്ഛയെ അംഗീകരിക്കുന്നു. ഇസ്ലാം ടീച്ചേഴ്സ് പീസ് ആൻഡ് പ്രയർ ടു ഗോഡ് ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അതായത് നമ്മൾക്ക് ഒരു പ്രയാസ സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? പ്രയാസകാലങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു. ഇസ്ലാം ടീച്ചേഴ്സ് പീസ് ആൻഡ് പ്രയർ. സമാധാനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനാ പറയുന്നത്? പ്രയർ, പ്രാർത്ഥിക്കാനാണ് ഇസ്ലാം മതം അനുശാസിക്കുന്നത്. എൻകറേജ് നോട്ട് ഇന്റർഫിയറിംഗ് വിത്ത് അതർ റിലീജിയൻ. അതേപോലെ തന്നെ മറ്റു മതങ്ങളിൽ ഇടപെടാതിരിക്കാൻ ഉപദേശിക്കുന്നു. എൻകറേജ് നോട്ട് ഇന്റർഫിയറിംഗ്, മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും തലയിടരുത് എന്നാണ് ഇസ്ലാം മതം ഇവിടെ എന്ത് ചെയ്യുന്നത്? എൻകറേജ് ചെയ്യുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇസ്ലാമിക് തിങ്കേഴ്സ് എംഫസൈസ്ഡ് റാഷണാലിറ്റി ആൻഡ് സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിങ്. അതേപോലെ തന്നെ ഇസ്ലാമിക ചിന്തകൾ യുക്തിയും സയന്റിഫിക് എന്താണ് മക്കളെ? ശാസ്ത്രീയ ബോധവും പ്രാധാന്യമാക്കിയുള്ളതാണ്. നമുക്ക് റാഷണൽ തിങ്കിങ്ങിനും സയന്റിഫിക് തിങ്കിങ്ങിനും ഏത് മതം വളരെ പ്രാധാന്യം അറിയിക്കുന്നുണ്ട്? ഇസ്ലാം മതം ഇമ്പോർട്ടന്റ് ആണ്. ഇസ്ലാം തിങ്കേഴ്സ് എംഫസൈസ്ഡ് റാഷണാലിറ്റി ആൻഡ് സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിങ്. ശാസ്ത്രീയപരമായും യുക്തിപരമായും ചിന്തിക്കാൻ സഹായിക്കുന്ന ഒരു റിലീജിയൻ ആണ് ഏത്? ഇസ്ലാം മതം. അടുത്തതാണ് ഫിഖ് റിലീജിയൻ ആൻഡ് സെക്യുലറിസം. സെക്യുലറിസത്തില് ഫിഖ് മതം എങ്ങനെയാണെന്നാണ് പറയുന്നത്. ടീച്ചിങ് ഓഫ് ഗുരു നാനാക്ക് പ്രൊമോട്ട് പീസ് ആൻഡ് സോഷ്യൽ ഹാർമണി. ഫിഖ് മതം കൊണ്ടുവന്നതിന് ആരാണ്? ഗുരു നാനാക്ക് അല്ലെ? അപ്പൊ അദ്ദേഹം അവിടെ ഫിഖ് മതത്തിലൂടെ എന്തിനാണ് ശ്രമിച്ചത്? സമാധാനത്തിനും ഐക്യത്തിനെയാണ് പ്രോത്സാഹിപ്പിച്ചത്. ടീച്ചിങ് ഓഫ് ഗുരു നാനാക്ക് പ്രൊമോട്ട് പീസ് ആൻഡ് സോഷ്യൽ ഹാർമണി. ഗുരു നാനാക്ക് എംഫസൈസ്ഡ് ഈക്വാലിറ്റി ഓഫ് ഓൾ പീപ്പിൾ. എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് എന്ന് ഗുരു നാനാക്ക് അഭിപ്രായപ്പെട്ടു. സിഖിസം ബിലീഫ് ഇൻ വൺ ഗോഡ്. സിഖ് മതം ഒരു മതത്തെ ഒരേ ഒരു ദൈവത്തെ മാത്രമാണ് വിശ്വസിച്ചിരുന്നത്. സിഖിസം ബിലീവ് ഇൻ വൺ ഗോഡ്. ഒറ്റ ദൈവം, ഏക ദൈവം. അപ്പൊ സിഖ് മതം വിശ്വസിച്ചിരുന്നത് ഒരൊറ്റ ദൈവത്തിൽ മാത്രമായിരുന്നു. റിജക്ട് നാരോ റിലീജിയസ് ഡിവിഷൻ ആൻഡ് പ്രൊമോട്ട് യൂണിവേഴ്സൽ ബ്രദർഹുഡ്. അതേപോലെ തന്നെ എന്തിനെ റിജക്ട് ചെയ്തു? നാരോ റിലീജിയസ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ മത വിഭജനത്തെ സിഖ് മതം എന്ത് ചെയ്തു? റിജക്ട് ചെയ്യാന്ന വേണ്ടാച്ച ഒഴിവാക്കി. അത് പ്രൊമോട്ട് യൂണിവേഴ്സൽ ബ്രദർഹുഡ്, സഹോദര്യത്തെ പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് സിഖ് റിലീജിയനെ കുറിച്ച് നമുക്ക് സെക്യുലറിസത്തിൽ പറയാനുള്ളത്. ലാസ്റ്റ് ടോപ്പിക് ആണ് ബുദ്ധിസ്റ്റ് റിലീജിയൻ ആൻഡ് സെക്യുലറിസം. ബുദ്ധമതവും സെക്യുലറിസവും. ബുദ്ധിസ്റ്റ് റിലീജിയൻ ആൻഡ് സെക്യുലറിസം. Buddhism contributed to modern demography and secularism.
അതായത് ബുദ്ധിസം ആധുനിക ജനാധിപത്യ ചിന്തകളും സെക്യുലറിസവും വിഭാവന ചെയ്തു. കാരണം നമുക്കറിയാം നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ, ഭരണഘടനാ നിർമ്മാണ ശില്പിയായിട്ടുള്ള അംബേദ്കർ പോലും ബുദ്ധമതത്തിലേക്കാണ് ചെന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ബുദ്ധമതം എന്തിനാണ് ഇമ്പോർട്ടന്റ് കൊടുത്തത്? മോഡേൺ ഡെമോക്രസി, ആധുനിക ജനാധിപത്യ ചിന്തകൾക്കാണ് ബുദ്ധമതം പ്രാധാന്യം കോൺട്രിബ്യൂട്ട് ചെയ്തത്. ബുദ്ധിസം കോൺട്രിബ്യൂട്ടഡ് ടു മോഡേൺ ഡെമോക്രസി ആൻഡ് സെക്യുലറിസം. ടീച്ചേഴ്സ് യൂണിവേഴ്സൽ ഹാപ്പിനെസ് ത്രൂ സെൽഫ് സാക്രിഫൈസ്. സെൽഫ് സാക്രിഫൈസ് സെൽഫ് സാക്രിഫൈസ് എന്ന ആത്മത്യാഗം വഴി സന്തോഷം നേടാമെന്നാണ് ഈ ഒരു മതത്തിലൂടെ വിശ്വസിക്കുന്നത്. എക്സ്പ്ലെയിൻ കേസസ് ഓഫ് ഹ്യൂമൻ സഫറിംഗ്. അതേപോലെ തന്നെ മനുഷ്യരുടെ ദുഃഖത്തിന്റെ കാരണങ്ങളെ ഇവിടെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ഹ്യൂമൻ സഫറിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും ഓരോ ദുഃഖങ്ങളുണ്ട് അല്ലെ. ദുഃഖങ്ങളില്ലാത്ത മനുഷ്യരില്ല. അപ്പൊ മനുഷ്യന്റെ സഫറിങ്ങിനെ കുറിച്ച് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻകറേജ് റെസ്പെക്ട് ഫോർ അതർ റിലീജിയസ്. മറ്റു മതങ്ങളെ ബഹുമാനിക്കണമെന്ന് ബുദ്ധമതം പഠിപ്പിക്കുന്നു. അതേപോലെ പ്രൊമോട്ട് പീസ് ആൻഡ് ബ്രദർഹുഡ്. സമാധാനവും സഹോദര്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു. പ്രൊമോട്ട് പീസ് ആൻഡ് ബ്രദർഹുഡ്. അപ്പൊ കുട്ടികളെ, നമ്മളുടെ ഈ ഒരു യൂണിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ. 13ാമത്തെ യൂണിറ്റ് ആണ് നമ്മളിവിടെ ഡിസ്കഷൻ നടത്തിയിരുന്നത്. അതിലെ ലാസ്റ്റ് essay ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ 5 മതങ്ങളെ കുറിച്ചും അതേപോലെ തന്നെ സെക്യുലറിസവും ഈ റിലീജിയനും എത്രത്തോളം അടുത്ത ബന്ധമുണ്ട് എന്നുള്ളത് വളരെ ഷോർട്ട് ആക്കിയിട്ടാണ് ടീച്ചർ എഴുതിയിട്ടിട്ടുള്ളത്. നന്നായിട്ട് മനസ്സിലാക്കുക, എഴുതിയെടുക്കുക. ഇനി നമ്മൾക്ക് എടുക്കാനുള്ള ലാസ്റ്റ് ചാപ്റ്റർ ആണ് നാഷണാലിസം ആണ്, ദേശീയത. ഇതിനെ കുറിച്ച് നമുക്ക് ഡിസ്കഷൻ ചെയ്യാം. ഓക്കെ.